Spirit, we love you, we praise you, we adore you. Holy Spirit, we love you, we praise you, we adore you. Glorify thy name in all the earth. Glorify thy name. Glorify thy name. Glorify thy name in all the earth. Gloria. എല്ലാ കണ്ണും അടയ്ക്കുക. പിതാവിൽ നിന്നും പുറപ്പെട്ടു വരുന്നവൻ, the Holy Spirit, the Holy Spirit, പരിശുദ്ധാത്മാവ്. He is holy, he is holy, he is holy. The Holy Spirit is holy. Hallelujah, glory. അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുന്ന് പരിശുദ്ധനായ ദൈവം സ്വർഗം വിട്ടിറങ്ങി വരികയാണ് നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട്, നമ്മൾ വസിക്കുവാനായിട്ട്. ഓ, സ്വർഗം വിട്ടിറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ്. സ്തോത്രം അങ്ങേക്കും മഹത്വം പരിശുദ്ധാത്മാവേ. നന്ദി പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ. അങ്ങേ സ്നേഹിക്കാതെ, അങ്ങേ വേദനിച്ചു പോയ ജീവിതങ്ങള്, അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങള് പരിശുദ്ധാത്മാവേ, അങ്ങ് എത്രയോ നല്ലവനാണ്. എൻ്റെ സഹായകനായി, എൻ്റെ അധ്യാപകനായി, എൻ്റെ മധ്യസ്ഥനായി, എനിക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥം വഹിക്കുന്ന, നെടുവേർപ്പെടുന്ന, എനിക്ക് വേണ്ടി വാദിക്കുന്നവനാണ് പെട്ടെന്ന്. യെസ്, ഹോളി സ്പിരിറ്റ്, ഹി ഈസ് ദ അഡ്വക്കേറ്റ്. അവിടുന്ന് ഒരു വക്കീലെ പോലെ നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. ഓ പ്രിയപ്പെട്ടവനെ, ഓ പ്രിയപ്പെട്ടവനെ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. സ്വർഗമെന്ന ഭവനം വിട്ടിറങ്ങി ഈ ഭൂമിയിലേക്ക് വന്ന് ഏഴയായ, വെറും പൊടിയായ, കൃമിയായ, വെറും ഭാവിയായ, മ്ലേച്ഛനായ മനുഷ്യ ഹൃദയത്തിൽ വസിക്കുവാൻ ഇറങ്ങി വന്നുവല്ലോ. 2000 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കർത്താവ് ക്രൂശിൽ കൊടുത്ത വില ചിന്തിയ രക്തമാണ് ഇന്ന് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ട് വന്നത്. കർത്താവേ, ആ രക്തത്തിന്റെ വിലയ്ക്ക് വില കൊടുക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ദൈവമേ. ഞാൻ ഏറ്റു പറയുക, അങ്ങേ വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. കരുണയായിരിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ എന്നോട് പൊറുക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അതിക്രമങ്ങളോട് പൊറുക്കണമേ. എൻ്റെ പിതാവേ, എന്നെ വീണ്ടും വിശുദ്ധീകരിച്ച് നവീകരിക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, അതിരം തുറന്നുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒത്തിരിയേറെ പുസ്തകങ്ങളിൽ വംശാവലി ഗ്രന്ഥം എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ വായിക്കാതെ വിട്ടുപോകുന്നൊരു ഭാഗമാണിത്, വംശാവലി ഗ്രന്ഥം. കാരണം ഓരോരുത്തരുടെ മക്കളെയും കൊച്ചുമക്കളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമാണ്. എന്തുകൊണ്ടാണ് ബൈബിൾ ഇപ്രകാരം ഒരു വംശാവലി ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. 17 മുതൽ വചനം ആരംഭിക്കുന്ന കയനെ കുറിച്ചാണ്. കയൻ തന്നെ ഭാര്യയുമായി ചേർന്നു, അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കയൻ ഒരു നഗരം പണിതു, തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിന് നൽകി. പിന്നീട് അവരുടെ മക്കളെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. 5-ാമത്തെ അധ്യായം 1 മുതൽ ആദം മുതൽ നോഹ വരെയുള്ള വംശാവലി ഗ്രന്ഥമാണ്. പിന്നീട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അധ്യായം 9 18 മുതൽ വായിക്കുന്നത് നോഹയുടെ മക്കളെ കുറിച്ചാണ്. ഉൽപ്പത്തി 11 10 വായിക്കുന്നത് ഷേം മുതൽ അബ്രഹാം വരെയുള്ളവരെ കുറിച്ചാണ്.
നമുക്ക് ഓരോ തലമുറകളെ കുറിച്ച് ഇങ്ങനെ ബൈബിൾ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വംശാവലി ഗ്രന്ഥം? ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ലൂക്കാസ് സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 23 വായിക്കുന്നത് അതും യേശുവിൻ്റെ വംശാവലിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വംശാവലി ഗ്രന്ഥം ബൈബിളിൽ എഴുതപ്പെട്ടതിൻ്റെ കാരണം ഇതാണ്. നമ്മളെ കർത്താവ് നമ്മൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളുമായുള്ള ബന്ധം അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. അത് അവസാന നാൾ വരെയും എന്നും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും, പഴയ തലമുറയോ, അവരൊക്കെ ആരും ഓർക്കാനാ, നമ്മളങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും അവരെ മറക്കുന്നില്ല. ദൈവം അവരെ ഓർത്തിരിക്കുകയാണ് എപ്പോഴും. ഓരോരുത്തരും ആരുടെ മകനാണ്. ലൂക്കാസ് സുവിശേഷം 3:23 വായിക്കുന്നു, പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാനിയുടെയും, യാനി ജോസഫിൻ്റെയും പുത്രൻ. ആ വംശാവലി ഗ്രന്ഥം അങ്ങനെ പോയി അത് 31 31 വായിക്കുന്നത് എലിയാക്കീം മെലായുടെയും, മെന്നായുടെയും, മെന്ന മത്താത്തായുടെയും, മത്താത്ത നാഥാൻ്റെയും, നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും, ജസ്സ ഓബദിൻ്റെയും, ഓബദ് ബോവാസിൻ്റെയും, ബോവാസ് സലായുടെയും, സലാ നഹശൂറിൻ്റെയും പുത്രൻ. ഇവിടെ ദാവീദുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു പോന്നു. പിന്നീട് പോകുന്നു 34 ആകുമ്പോൾ വായിക്കുന്നു യൂദ യാക്കോബിൻ്റെയും, യാക്കോബ് ഇസഹാക്കിൻ്റെയും, ഇസഹാക്ക് അബ്രഹാത്തിൻ്റെയും, അബ്രഹാം തേരയുടെയും, തേരഹ നാഹോറിൻ്റെയും പുത്രൻ. നാഹോർ സെരൂഹേലിൻ്റെയും, സെറു റാവുവിൻ്റെയും, റാവു പെലഗിൻ്റെയും. അതങ്ങനെ പുറകോട്ട് പോയി 37 വായിക്കുന്നു, 36 വായിക്കുന്നു ഷേല കൈനാൻ്റെയും, കൈനാൻ അർഫക്ഷാദിൻ്റെയും, അർഫക്ഷാദ് ഷേമിൻ്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമക്കിൻ്റെയും പുത്രൻ. ലാമക്ക് മെത്തുസേലകിൻ്റെയും, മെത്തുസേലക് ഹെനോക്കിൻ്റെയും, ഹെനോക്ക് യാരദിൻ്റെയും, യാരദ് മഹലേലിൻ്റെയും, മഹലേൽ കൈനാൻ്റെയും പുത്രൻ. കൈനാൻ ഏനോസിൻ്റെയും, ഏനോസ് സേത്തിൻ്റെയും, സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റെതുമായിരുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാണ് ബൈബിളിൽ വംശാവലിയെ പ്രതിപാദിച്ചിരിക്കുക. യേശു മുതലങ്ങ് പുറകോട്ട് വരികയാണ്. വാസ്തവത്തിൽ യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ഈ ഭൂമിയിലെ ഏതെങ്കിലും മനുഷ്യൻ്റെ ഇച്ഛയിൽ നിന്നോ രക്തത്തിൽ നിന്നോ ജനിച്ചവനല്ല യേശു ക്രിസ്തു. ജോസഫ് വളർത്തുപിതാവാണ്. യേശു മറിയത്തിൻ്റെ മകനാണ്. പക്ഷെ എന്നിട്ട് പോലും യേശുവിൻ്റെ നമ്മളുമായുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഒരു വംശാവലി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു പോയിട്ടുള്ളവർ, നമ്മുടെ അപ്പൻ അമ്മ മാത്രമല്ല, വല്യപ്പൻ വല്യമ്മ, ഒരു അവരെ നമ്മൾ ഓർക്കും. അതിൻ്റെ പുറകോട്ട് നമുക്ക് എത്ര പേർക്ക് അറിയാം? വല്യപ്പൻ്റെ അപ്പൻ, വല്യപ്പൻ്റെ അമ്മ ആരും ചോദിച്ചാൽ പിടിയില്ല. പക്ഷെ അതിനപ്പുറത്ത് ചോദിച്ചു കഴിഞ്ഞാലോ യാതൊരു അറിവുമില്ല. ഇന്ന് പല കുടുംബങ്ങളിലും സൂക്ഷിക്കപ്പെടുന്ന ഈ കുടുംബ ചരിത്ര രേഖകളുണ്ട്. അതുകൊണ്ട് പല കുടുംബങ്ങളുടെയും പിൻതലമുറകളെ കുറിച്ച് അറിവ് ലഭിക്കുന്നു, കുറച്ചൊക്കെ ലഭിക്കും. പക്ഷേ ബൈബിൾ വ്യക്തമായിട്ട് ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതിന് കാരണം ഇതാണ്, ദൈവത്തിന് മുമ്പിൽ ഇവരാരും മരിച്ചു പോയിട്ടില്ല, ഇവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ്. നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകുവാൻ വേണ്ടി അനാദികാലം മുമ്പേ ദൈവം ആദത്തിന് ജന്മം കൊടുത്തപ്പോൾ, ആ ജീവശ്വാസം ഊതിയപ്പോൾ, ആ ജീവശ്വാസത്തിൽ ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ ഈ പിൻതലമുറ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വലിയൊരു ബന്ധമുണ്ട് നമ്മുടെ കഴിഞ്ഞ തലമുറകളുമായിട്ടും തിരിച്ചറിയണം. നമ്മളവരെ മറന്നു പോകേണ്ടവരല്ല, നമ്മളവരെ ഓർക്കണം, നന്ദിയോടെ ഓർക്കണം. കാരണം അവരിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർ നമുക്ക് പിതാക്കന്മാരാണ്. അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഒരു കടമയും കടപ്പാടും ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നമ്മുടെ എൻ്റെ വലിയപ്പനായിട്ട് സമ്പാദിച്ചാണ് ഇതെല്ലാം. അല്ല, ചിലപ്പോൾ പറയും എൻ്റെ വലിയപ്പനായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തി നമുക്ക് നന്മയായും അവർ ചെയ്തു പോയ തിന്മ പ്രവൃത്തി തിന്മയെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ജീവിതത്തിൽ നന്ദിവരെ കടപ്പാടുണ്ട്. കാരണം അവരിലൂടെയാണ് നാം ഓരോരുത്തരും ജനിച്ചത്. എൻ്റെ ആദ്യത്തെ ആത്മീയ ജീവിത അനുഭവത്തിൻ്റെ ആരംഭത്തിൽ ഒരു ദിവസം കർത്താവിൻ്റെ കാര്യം കാണിച്ചു തരികയാണ്. എൻ്റെ മുമ്പിലിങ്ങനെ കുറേ മനുഷ്യർ നിൽക്കുകയാണ്, വരിവരിയായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഞാനാണ്. ഞാനിങ്ങനെ കാണുകയാണ്, എന്നെ ഞാൻ കാണുകയാണ്. ഞാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നു. അതിൻ്റെ പുറകിലൊരാൾ, അതിൻ്റെ പുറകിലൊരാൾ, അങ്ങനെ
കിലോമീറ്റർ അങ്ങ് ദൂരോട്ട് പോയിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രൂപമൊക്കെ മാറി. ഇവർക്ക് ഭയങ്കര തടിച്ച കരുത്തുള്ള, എന്താ പറയുക, കല്ലിൽ കടഞ്ഞെടുത്ത ശരീരപ്രവൃത്തിയുള്ള മനുഷ്യ പോലെ ആയി. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും കുറേ അങ്ങോട്ട് ചെയ്തപ്പോൾ ഇവരൊക്കെ ഭയങ്കര കറുത്തിൻ്റെ രൂപങ്ങളായി. പിന്നെ അങ്ങോട്ട് കുറേ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറെ കൂടി ശക്തന്മാരായി. അങ്ങനെ അങ്ങ് പിന്നുവരെ പോവുകയാണ്. അങ്ങ് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ലൈൻ ഞാൻ കാണുകയാണ്. അത് നിന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദത്തിലായിരുന്നു ഞാൻ വിചാരിക്കുകയാണ്. അന്ന് കർത്താവിനെ കാണിച്ചു തരികയാണ്. കഴിഞ്ഞു പോയി എൻ്റെ തലമുറ മുഴുവനും. അങ്ങനെ അനേകം തലമുറ പിന്നിട്ടാണ് കടന്നാണ് ഞാൻ ഈ ഭൂമിയിൽ ഉരുവാക്കപ്പെട്ടത്. അന്ന് ആദത്തിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ ആ ജീവശ്വാസം ഞാനുണ്ടായിരുന്നു. എൻ്റെ ഈ ലൈനിലുള്ള എല്ലാ പിതാക്കന്മാരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. നമ്മുടെ ഒരു ലൈൻ വരച്ചാൽ ആ വര ഇങ്ങനെ ചെന്ന് നിൽക്കുന്നത് ആദത്തിലാണ്. നമ്മുടെ ഓരോരുത്തരും നമ്മൾ അവിടെ നിന്നാണ് നമ്മളെല്ലാം പുറപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും, 4 കവല നമ്മൾ കാണും. 4 കവറുകൾ ഒരു വഴി എന്നു അത് 4ആയിട്ട് തിരിയുകയാണ്. 4 വശവും പോകാൻ പറ്റും. ഒരു സർക്കിൾ കാണും, 4 തിരിയും. ഇതുപോലാണ് നമ്മുടെ ജീവിതവും. നമ്മൾ കുറേ പുറകോട്ട് പോയി കഴിയുമ്പോൾ നമ്മളൊക്കെയും ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ജോയിൻ്റ് ആകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് പരസ്പരം യാതൊരു പരിചയം പോലുമില്ല, കണ്ടുപരിചയമില്ല. പക്ഷേ രക്തബന്ധത്തിൽ, ആത്മീയ ബന്ധത്തിൽ നമ്മളൊക്കെ എവിടെയോ കൂട്ടി ചേർക്കപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ. കാരണം നമ്മളൊരു കുടുംബമായതുകൊണ്ട്, ആദത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മളെല്ലാം സഹോദരന്മാരാണ്. ഒരാളുടെ മക്കളാണ് നമ്മൾ. ഒരു മനുഷ്യൻ്റെ മക്കളാണ്, ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നമ്മുടെ നിറവും കളറും ഒക്കെ, ഭാഷയൊക്കെ മാറ്റം വരുന്നേക്കാം, നമ്മുടെ സാമ്പത്തിക ലെവലിൽ മാറ്റം ഉണ്ടായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസത്തിന് മാറ്റം ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാം ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പരസ്പരം പ്രാർത്ഥിക്കുവാനായിട്ട്. നമ്മളിവിടെ നടത്തുന്നൊരു പ്രാർത്ഥന, നിങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അതുകൊണ്ട് തന്നെ പുറകോട്ട് പോയി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരാളുടെ പ്രാർത്ഥന ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ 10 പേരുടെ പ്രാർത്ഥന ഒരേ തലമുറയിലേക്ക് പോകാറുണ്ട് പലപ്പോഴും. ആണ് വ്യത്യാസം. ഞാൻ പറയാൻ മനസ്സിലായോ? നമ്മളെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് 10 പേര് പ്രാർത്ഥിക്കുമ്പോൾ ആ 10 പേരുടെ പ്രാർത്ഥന ഒരുപക്ഷെ ചെല്ലുന്നത് ഒരേ തലമുറയിലേക്ക് അതിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പിന്നിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്, വലിയ അർത്ഥമുണ്ട്. അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ നഷ്ടപ്പെട്ടു പോയവരാണ്. പക്ഷെ നമ്മളെല്ലാം അറിയാൻ, അനുഭവിക്കുവാനായിട്ട് നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണ്. ഈശോ പറഞ്ഞല്ലോ, നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്നവ ഭാഗ്യമുള്ളവ. എന്നാൽ അനേകം രാജാക്കന്മാരും പ്രവാചകന്മാരും ഇത് കാണുവാൻ ആഗ്രഹിച്ചു, കണ്ടില്ല. കേൾക്കാൻ ആഗ്രഹിച്ചു, കേട്ടില്ല. ഇന്ന് ഇത് കാണുവാനും കേൾക്കുവാനും പരിശുദ്ധാത്മാവിനെ സമീപസ്ഥനാക്കുവാനും സ്വന്തമാക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് ഈ തലമുറ, നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിലൂടെ, ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ നമുക്ക് സമീപസ്ഥനായി വരികയാണ്. നമ്മളെ സ്വന്തമാക്കി മാറ്റിക്കൊണ്ട് നമ്മളിലൂടെ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരിക്കലും ആ ബന്ധം മുറിഞ്ഞു പോകുന്നില്ല, അതെന്നും നിലനിൽക്കുന്നതാണ്, ശാശ്വതമാണ് ആ ബന്ധം. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും, സഭയിൽ നിന്നൊക്കെ വലിയ എതിർപ്പുകൾ വന്നപ്പോൾ, ഈ മേഖലയെക്കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, കർത്താവിനെ പഠിപ്പിച്ചപ്പോൾ, സത്യമാണെന്ന് പ്രഘോഷിച്ചപ്പോൾ, ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ എതിർപ്പുകളിൽ ഒരു സമയത്ത് ഞാൻ ധ്യാനങ്ങൾ നിർത്തിവെച്ചു. 6 മാസക്കാലം അനുസരിക്കാൻ വേണ്ടിയിട്ട്. അഭിയുന്ന പിതാക്കന്മാർ പറഞ്ഞു കേട്ടപ്പോൾ, എന്നോട് ആരും ഇന്നുവരെയും പറഞ്ഞിട്ടില്ല ധ്യാനം നടത്തരുത്, പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല എന്നോട്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുള്ളത് നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അന്ന് ആ കാലങ്ങളിലെ എതിർപ്പുകൾ വന്നപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചു. എന്നോട് വേണ്ട, ഞാൻ സഭയ്ക്ക് ഒരു തകരാറും ഉണ്ടാക്കില്ല, ഒരു അസ്വസ്ഥ ഉണ്ടാക്കില്ല, ഒരു നുള്ളു മണ്ണ് പോലും ഞാൻ സഭയിൽ നിന്ന് മടത്തി കളയില്ല. അതിന് തീരുമാനമായിരുന്നു കർത്താവിൻ്റെ മുമ്പിൽ. അങ്ങനെ 6 മാസം ഞാൻ ശുശ്രൂഷയൊന്നുമില്ലാതെ മാറി നടന്നു. ഞാൻ ഇവിടെ വരും, എൻ്റെ കൃഷിഭൂമി വരും, ഇവിടെ വന്ന് ഞാൻ പ്രസംഗിക്കും. ഇവിടെയുള്ള മരങ്ങളോടും ചെടികളോടൊക്കെ പ്രസംഗിക്കും. ഏതെങ്കിലും പാറപ്പുറത്ത് കയറിയുന്നതുകൊണ്ട് പാട്ടുപാടി ആരാധിക്കും. കാരണം എനിക്ക് പ്രഘോഷിക്കാൻ പറ്റുന്നില്ല. 989 മുതൽ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചിട്ട് പിന്നെ നിരന്തരമായ ശുശ്രൂഷകളായിരുന്നു. എനിക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. നിരന്തരമായ ശുശ്രൂഷകൾ. അവിടെ ഒന്നും നോക്കിയില്ല, പണം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. എൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ഓടി നടന്ന് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ആരെല്ലാം എവിടെയെല്ലാം വിളിച്ചു, അവിടെയെല്ലാം പോയി ശുശ്രൂഷ നടത്തി. പക്ഷേ ഈ ശുശ്രൂഷകൾ നിന്നുപോയ സമയമായപ്പോഴേക്കും
വലിയ വേദനയായി. ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥകൾ. പ്രഘോഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന വചനം എന്നെ പിടികൂടി. അവിടെ ഞാനിവിടെ ഓടി വരും, എൻ്റെ കൃഷിത്തോട്ടത്തിൽ വരും. ഇവിടെ താമസമില്ല, ഞാൻ 3 നാൾ താമസിക്കുന്നു. ഇവിടെ ഉറക്കെ പാടി ആരാധിക്കും, പ്രസംഗിക്കും. പക്ഷെ എൻ്റെ പ്രസംഗം വന്ന് കേട്ടത് ഈ കൃഷിത്തോട്ടമോ ഇവിടുത്തെ മലനിരകളും മരങ്ങളും ചെടികളും ഒക്കെയാണ്. അങ്ങനെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത്, ആ സമയത്ത് ഒരു വലിയ മഴക്കാലമാണ്. മഴക്കാലത്ത് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എൻ്റെ കാടിൻ്റെ മുകളിൽ, തോട്ടത്തിൻ്റെ മുകളിലായിട്ട് ഒരു ഭാഗത്ത് എല്ലാ വർഷവും മലയിടിയും. അങ്ങനെ മലയിടിഞ്ഞ് എൻ്റെ കൃഷിഭൂമിയിലേക്ക് ആ മണ്ണെല്ലാം വന്ന് നാശമുണ്ടാക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാ വർഷവും മഴക്കാലത്ത് പ്രാർത്ഥിക്കും, കർത്താവ് ഈ വർഷം മലയിടിയല്ലേ ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അവിടെ മലയിടിയും. എത്ര പ്രാവശ്യത്തിലുണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മലയിടിയുന്നു. ഒരു 1997 ഇങ്ങനെ ധ്യാനമെല്ലാം നിന്നുപോയ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വരുന്നു. ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ വർഷത്തെ മലയിടിച്ചിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കയറി ചെന്നു. അവിടെ ചെന്നപ്പോഴേ കണ്ടത് ഭൂമി ഇങ്ങനെ വിണ്ട് കയറി നിൽപ്പുണ്ട്. എനിക്ക് മനസ്സിലായി കുറേ ദൂരത്തിങ്ങനെ വിണ്ട് കയറിയിരിക്കുകയാണ്. ഈ മലയിടിഞ്ഞാൽ വലിയൊരു നാശം ഉണ്ടാക്കും, എൻ്റെ കൃഷിഭൂമി നമ്മൾ നഷ്ടപ്പെട്ടു പോകും. പെട്ടെന്ന് ഞാൻ ആ നിമിഷത്തിൽ ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്താണ് ചെയ്തത്? വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. ആ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ അവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്ക്. ആ ഭൂമിയോട് പ്രസംഗിക്കാൻ പറഞ്ഞു, കൽപ്പിക്കാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അവിടെ നിന്ന് ഞാൻ വചനം പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഭൂമി കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ. ഇവിടെ ഇടിഞ്ഞു കിടക്ക്, ഇവിടുത്തെ ആ മലയിടിയുന്ന ഭാഗത്ത് നിന്ന് പറയുകയാണ്, ആ നീരൊഴുക്കുകൾ യേശുവിൻ്റെ വചനം കേൾക്കട്ടെ. എന്നിട്ട് വചനം പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു, മത്തായി 16:19 വചനം കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, ഈ മണ്ണിനെ ബന്ധിക്കുന്നു. ഇനി ഒരിക്കലും മല ഇടിയരുത്, ഇവിടെ ഇനി ഒരിക്കലും ഇവിടെ മലയിടിച്ചുണ്ടാകാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ കെട്ടി ബന്ധിച്ചു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, അന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് 1997 അപ്പോൾ ഒരിക്കൽ പോലും എൻ്റെ കൃഷിഭൂമിയിൽ മലയിടിച്ചിലുണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ആ പരാജയങ്ങൾ, തകർച്ചകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. എന്നെ പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ്, പരിശീലിപ്പിച്ചു എത്ര ശക്തി, എത്ര വലുതാണ് എന്ന്. ചില സമയത്ത് ഞാൻ ഈ തോട്ടത്തിൽ വരുമ്പോൾ ഇവിടെ ആളുകൾ പറയും, ജോലിക്കാർ പറയും മഴയില്ല, വെള്ളമില്ല. ഒരു പ്രാവശ്യം ഞാൻ വരും, ഒരു മെയ് മാസം ഞാൻ വരുമ്പോഴുണ്ട് എൻ്റെ കൃഷിഭൂമി മുഴുവൻ ഉണങ്ങി വരണ്ട് ചെടിയെല്ലാം മഞ്ഞ നിറഞ്ഞ് നിൽക്കുകയാണ്. മഴ കിട്ടിയില്ല, പ്രതീക്ഷിച്ച മഴ വന്നില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, നിന്റെ തോട്ടം മുഴുവൻ വീഴാൻ പോവുകയാണ്, ചെടിയെല്ലാം വീഴാൻ പോവുകയാണ്, മുഴുവൻ പഴുത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിയൂടെ ഒന്ന് കണ്ടപ്പോഴുണ്ട് എല്ലാം വളരെ പഴുത്ത് മഞ്ഞ നിറമാണ് എന്ന് പറഞ്ഞ് അതെല്ലാം വീഴാൻ പോവുകയാണ്. ഇലച്ചെടികളാണ്, തളർന്ന് താഴെ പോവും, നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി പോയവനാണ്. ഇവിടെ മഴയില്ലേ, ഇപ്പോൾ എനിക്കിവിടെ കിണർ കുത്താനോ ഇവിടെ വെള്ളം അടിക്കാനോ ഇവിടെ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. എനിക്കിവിടെ മഴ പെയ്യണം, വെള്ളം വേണം ഇവിടെ. ഞാനിവിടെ ഒരു പകലോടെ മുകളിൽ കയറുന്ന പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൈകൊടുത്തി പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വലത് കരുത്ത് കൈവിളക്കുള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം, ഒരു കല്ല് വന്ന് വീഴുക, ഒരു ഐസ് കട്ട വീഴുന്ന പോലെ. ഞാൻ പെട്ടെന്ന് കൈ തുറന്നു നോക്കി, കൈക്കുള്ളിൽ വെള്ളം. ഞാൻ ഇവിടുന്നാണ്, തെളിഞ്ഞ ആകാശമാണ്, നട്ടുച്ച സമയമാണ്, ഒരു മഴമേഘം പോലുമില്ല. ഇതെവിടുന്നാണ് ഈ വെള്ളം വന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും കൈ ഉയർത്തിപ്പിടിച്ച് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാം പ്രാവശ്യം കൊണ്ട് വീണ്ടും എൻ്റെ കൈക്കുള്ളിലേക്ക് വെള്ളം വന്ന് വീഴുകയാണ്, ഐസ് കട്ട വീഴുന്ന പോലെ. ഞാൻ കണ്ടു വെള്ളം ഇങ്ങനെ ഉതിരുന്നു പോകുന്നത് ഞാൻ കണ്ടു കയ്യിൽ നിന്ന്. 3ാമത്തെ പ്രാവശ്യം വീണ്ടും കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ വീണ്ടും വലത് കരുത്തുള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം ശക്തിയോടെ വന്ന് പതിക്കുകയാണ്. എനിക്ക് മനസ്സിലായി കർത്താവ് ഉത്തരം തന്നതാണ് ഇത്. കാരണം എവിടെയൊക്കെ ഒരു തുള്ളി വെള്ളം ഇവിടെ, ഒരു മഞ്ഞ് പോലുമില്ല. നട്ടുച്ച സമയം, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്, മെയ് മാസത്തിൻ്റെ. കർത്താവിൻ്റെ ഉത്തരം എനിക്ക് മനസ്സിലായി. കർത്താവ് മഴയയ്ക്കാൻ പോകുന്നത് മനസ്സിലായി. എന്നീ പറഞ്ഞുകൊണ്ടെന്ന് കടന്നുപോയി. 2 ദിവസത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്ത്, 3 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്ത് കർത്താവ് ഭൂമിയെ അനുഗ്രഹിച്ചു, നാടിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഞാൻ വരുന്നു, വേറെ പ്രശ്നം, അന്നും വെള്ളമില്ല. അപ്പോൾ എന്നോട് സൂപ്പർവൈസർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് വെള്ളം കൊണ്ടുവരണം, കിണർ കുത്തണം. ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് നിവൃത്തിയില്ല ഇപ്പോൾ. ഞാൻ ഇവിടുന്ന് മാറിപ്പോയി എൻ്റെ തോട്ടത്തിന് ഇടയ്ക്ക് പോയി നിന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. 1998 ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ നിന്നുകൊണ്ട് പാടി ആരാധിക്കാൻ തുടങ്ങി. കുറേ സമയം പാടി ആരാധിച്ചു. അങ്ങനെ പാടി ആരാധിച്ചിട്ട് ഞാൻ വചനം പ്രസംഗിച്ചു. ആകാശത്തോട് പറഞ്ഞു, ഭൂമിയോട് പറഞ്ഞു, കടലിനോട് പറഞ്ഞു. അങ്ങ് വിദൂരത്തിൽ കടൽ, സമുദ്രം കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ. മഴമേഘങ്ങൾ കടലിൽ നിന്ന് പൊങ്ങി വരട്ടെ. സൂര്യനോട് പറഞ്ഞു, സൂര്യ, കടലിൽ നിന്ന് മേഘങ്ങൾ പൊങ്ങുവാൻ തന്നെ ചൂടോടെ ഇറങ്ങട്ടെ, ആവി പൊങ്ങട്ടെ, നീരാവി പൊങ്ങട്ടെ, മേഘം വരട്ടെ, കാറ്റേ മേഘങ്ങളെ കൊണ്ടുപോയി ഇവിടെ.
അങ്ങനെയാണ് കൽപ്പിച്ചത്. കയനോട് കൽപ്പിച്ച് മേഘങ്ങളെ കൊണ്ടുപോവാ. 1 മണിക്കൂർ സമയം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. അന്ന് ഞാനിവിടെ എൻ്റെ വീട്ടിൽ, ഇവിടെ സൂര്യനെല്ലിൻ്റെ ഭവനത്തിൽ അന്ന് ഇവിടെ താമസിക്കുകയാണ്. അന്ന് ദിവസം ഞാനവിടെ വൈകുന്നേരമായപ്പോൾ ഞാൻ കണ്ടു ഒരു കാറ്റ് വരുന്നു, പടിഞ്ഞാറുനിന്നും ഒരു കാറ്റ് വരുന്നു. ഞാൻ പുറത്തിറങ്ങി നോക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു കാറ്റ് വന്നപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ കണ്ടത് പടിഞ്ഞാറുനിന്നും കറുത്ത മേഘങ്ങൾ വരികയാണ്. ഈ മേഘമെല്ലാം വന്ന് നിന്നത് തൊട്ടുപുറകിലുള്ള കർത്താവിൻ്റെ മലയുടെ മുകളിലാണ്. രാത്രി 7 മണിയായപ്പോഴേക്കും ഇവിടെ മുഴുവൻ, ഈ ഒരു ഭാഗം മുഴുവനും മേഘം കൊണ്ട് നിറഞ്ഞ് ശക്തമായ മഴ പെയ്തെന്ന് രാത്രിയിൽ. ഇതുപോലെ ഓരോരോ സംഭവങ്ങളുണ്ടായി. കർത്താവിനെ പഠിപ്പിച്ചു എന്താണ് വചനത്തിൻ്റെ ശക്തി, എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, എന്താണ്. ഇവിടെ ഒരു അക്കാലങ്ങളിൽ 6 മാസക്കാലം പരസ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും അനേകം കാര്യങ്ങൾ താൻ പഠിപ്പിച്ചു. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ആ സമയത്ത് ഒരു സ്വരം ഞാൻ കേട്ടു. കർത്താവിൻ്റെ സ്വരം എന്നോട് ചോദിച്ചു, നീ ആരെയാണ് ഭയപ്പെടുന്നത്? രണ്ടാമത്തെ ചോദിക്കുന്നു, നീ ആരെയാണ് നോക്കുന്നത്, ദൈവത്തെയോ മനുഷ്യരെയോ? ഞാൻ മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഭയമാണ്, എനിക്ക് അവരുമായിട്ട് പിണങ്ങിയിട്ട് എനിക്കൊരു ചെയ്യാൻ പറ്റില്ല ദൈവമേ. കർത്താവിനോട് പറഞ്ഞു, നീ മുകളിലേക്ക് നോക്ക്, ദൈവത്തെ നോക്ക്. നീ മനുഷ്യരെ നോക്കിയാൽ നീ ഭയന്നു പോകും. നീ ദൈവത്തെ നോക്ക്. നീ ശുശ്രൂഷ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ നിന്നോട് ഉണ്ടായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, കർത്താവേ, അങ്ങേ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒരു ജീവിതമില്ല. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ദൈവമേ, അങ്ങയുടെ കൽപ്പന കിട്ടിയാൽ മാത്രം മതി. ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, വഴി തുറന്നു തരണമേ എന്ന് വചനം പ്രസംഗിക്കുവാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ അറിയുകയാണ് അനേകം ആത്മാക്കൾ വലിയ നിലവിളി കേൾക്കുകയാണ്. അവരിങ്ങനെ കേട്ട് നിലവിളിക്കുക, രക്ഷിക്കണമേ. എനിക്ക് മനസ്സിലായി, ഞാൻ നിശബ്ദം പാലിച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല. രക്ഷിക്കണം. രക്ഷയുടെ വഴി കർത്താവിനെ തന്നിട്ടുണ്ട്, ആ താക്കോലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത് മതിയാകൂ ഇത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ വഴി തുറന്നു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൈവം എന്നോട് വഴി തുറന്നു തന്നു. ആ വഴി തുറന്നു തന്നു. ഒരിക്കൽ പോലും ആ വഴി അടഞ്ഞില്ല. പിന്നീട് തൃശ്ശൂരിൽ ധ്യാനങ്ങൾ ആരംഭിച്ച് വർഷങ്ങളോളം ധ്യാനങ്ങൾ പിന്നീട് മുന്നോട്ട് പോയി നിർത്താതെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം ഞാൻ കണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഞെരുക്കപ്പെടുന്ന നമ്മുടെ അവസ്ഥകൾ, അതിനെല്ലാം പ്രവർത്തിക്കുന്ന കഴിഞ്ഞുപോയ തലമുറകൾ, ആ തലമുറകളെ നമ്മൾ ഓർമ്മിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം. വിലാപങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങളവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു, അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല. ബുക്ക് ഓഫ് ലാമന്റേഷൻ 5:7. വിലാപങ്ങൾ 5:7. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. ഈ തലമുറ, കഴിഞ്ഞുപോയ തലമുറയുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. എന്താണ് അകൃത്യങ്ങൾ? അവർ ചെയ്തു പോയ പാപത്തിന്റെ പരിണത ഫലങ്ങൾ. അതാണ് ശാപം എന്ന് പറയുന്നത്. ഞങ്ങൾ ശാപങ്ങൾ പേറുന്നവരാണ്. വീണ്ടും പറയുന്നു, അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ല. ആരാണ് ഈ അടിമകൾ? ഇസ്രായേൽ ജനം ഒരിക്കൽ പോലും അടിമകളാൽ ഭരിക്കപ്പെട്ടിട്ടില്ല. അവരടിമകളായിരുന്നു. അവർ 430 വർഷം ഈജിപ്തിൽ അടിമകളായിരുന്നു. അവരെ ഭരിച്ചത് ഫറവോയാണ്. ഫറവോ അടിമയല്ല. പിന്നെ അവർ പലപ്പോഴും അവരെ പിടിച്ചു, അസീറിയ രാജാവ് അവരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സമരിയായിരുന്നു ഒക്കെ അനേക യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ രാജാക്കന്മാരാണ്. പക്ഷെ അടിമകളാരും യഹൂദന്മാരെ ഭരിച്ചിട്ടില്ല. ഇവിടെ വചനം പറയാണ്, അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആദ്യം പറഞ്ഞു പിതാക്കന്മാർ പാപം ചെയ്തു മരിച്ചുപോയി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞങ്ങളവിടെ അകൃത്യങ്ങൾ വഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് പറയുന്നത് അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. ഈ അടിമകൾ ലോകത്തിൻ്റെ അടിമകളല്ല, സാത്താൻ്റെ അടിമകൾ. അതായത് ആദ്യം ഇവിടെ പ്രതിപാദിച്ച പാപത്തിൽ മരിച്ചുപോയ പിതാക്കന്മാര് അവരടിമകളാണ്. അവർ ഞങ്ങളെ ഭരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരുമില്ല. ലോകത്തിൽ ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല, കർത്താവിനല്ലാതെ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല. അന്ന് ആ തലമുറയെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മളെ ഈ അടിമകളിൽ നിന്ന് വിടുവിക്കുവാൻ
അടിമകളെ വിടിവിക്കുവാൻ ശക്തനായ ഒരു ദൈവം, ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു, ഹല്ലേലൂയ. പാപത്തെ ജയിച്ചവൻ, നരകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ ജയിച്ചവൻ യേശു ക്രിസ്തു. അവന്റെ നാമത്തിലെ വിശ്വാസം കൊണ്ട് നഷ്ടപ്പെട്ട അടിമകളെ, പിശാചിന്റെ അടിമകളെ ദൈവം തന്റെ വചനം അയച്ച് വിടിവിക്കുകയാണ്. അവരെ മോചിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞുപോയ തലമുറകളുടെ പാപങ്ങൾ നമ്മളെ ബാധിക്കുമോ ബാധിക്കില്ലയോ? ഒരു വലിയൊരു കോൺട്രവേഴ്സിയാണത്. സഭയിൽ അനേകരെ പഠിപ്പിക്കുന്നു തലമുറയുടെ പാപങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. വാസ്തവത്തിൽ സ്പിരിച്വസുമായിട്ടുള്ള ഏറ്റവും വലിയ വടംവലി അതായിരുന്നു. പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് തെറ്റാണ്. അത് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് പല രൂപതകളും ഇടയലേഖനം ഇറക്കി. അതേ കത്തോലിക്ക സഭയിലെ ഈ കഴിഞ്ഞ വർഷം ഒരു ധ്യാനഗുരു പുസ്തകം ഇറക്കി, കുടുംബശാഖകളെ സൗഖ്യമാക്കാം. വ്യക്തമായിട്ട് എന്തെല്ലാം സ്പിരിറ്റ്സ് പഠിപ്പിച്ചോ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അച്ഛൻ എഴുതിയല്ല, ആത്മാവ് എഴുതിപ്പിച്ചതാണ്, പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചതാണ്. ഹല്ലേലൂയ. ഒരു അൽമായം പ്രസംഗിച്ചപ്പോൾ അത് തെറ്റും പാഷണ്ഡതയായിട്ട് മാറി. ശാപങ്ങളെ ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം നല്ല പുസ്തകമാണ്, ഇത് ക്രിസ്തീയ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും എന്നും പറഞ്ഞു. ഇതാണ് വ്യത്യാസം. സ്പിരിച്വൽ വാരി പഠിപ്പിച്ചപ്പോൾ അത് പാഷണ്ഡതയായി, സ്വവിരോധമായി. അതേ കാര്യങ്ങൾ ഒരു പുരോഹിതൻ പഠിപ്പിച്ചപ്പോൾ അത് സത്യമായിട്ട് മാറി. ദൈവം അനുവദിച്ചാണത്. ഞാൻ ആരെയും വിധിച്ച് കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷെ സത്യങ്ങൾ ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റത്തില്ല, അത് പുറത്തു വരും. അത് പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഇത്രയും വർഷങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പണ്ട് ദൈവോളത്ത് ധ്യാനം നടക്കുന്ന 1998 പഠിപ്പിച്ചു വിജാതിവൽക്കരണം പാടില്ല. എനിക്ക് ദിവസം ചിന്തിക്കാനുള്ള തോന്നും, എന്തുകൊണ്ടാണ് അന്നങ്ങനെ പ്രസംഗിച്ചത്? ആരും പറഞ്ഞതൊന്നും അല്ലത്. എന്നിലേക്ക് വന്ന ആത്മാവ്, ഈ അഭിഷേകം, സ്പിരിറ്റിന്റെ അഭിഷേകം എന്നെ പഠിപ്പിച്ചു. അത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണിത്. കാരണം ഈ അഭിഷേകത്തെ ദൈവം അയച്ചത് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊരു വ്യക്തിയുടേതല്ലത്, ഇത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അഭിഷേകം, പരിശുദ്ധ അഭിഷേകമാണ് പഠിപ്പിച്ചത്. ഇതൊന്നും പാടില്ല, ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴേക്കും സഭയ്ക്ക് ഭയങ്കര പ്രശ്നമായി. ഇതൊന്നും പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ പദ്ധതി തകർക്കാൻ മനുഷ്യരെ കൊണ്ട് പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വില മുന്നോട്ട് കൊണ്ടു ആര് തിരുത്താലും. പക്ഷേ എതിർപ്പുകളെല്ലാം വലിയ വിശുദ്ധീകരണത്തിനും വിടുതലിനും ശക്തീകരണത്തിനും എല്ലാം നമുക്ക് സഹായകമായിട്ട് മാറി എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശാപങ്ങളില്ല എന്നുള്ള പഠനം അതുപോലെ ഒന്ന് മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഇത് വലിയ പ്രശ്നമായിരുന്നു. ശാപമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അത് വലിയ തെറ്റായിട്ട് മാറി. പക്ഷെ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ശാപങ്ങളെ പഠിപ്പിക്കുന്നത്. എന്താണ് ശാപങ്ങൾ? ഗലാത്യ ലേഖനം ഗലേഷ്യൻസ് 3:13 3:13 തിരുവചനം, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഹല്ലേലൂയ. ഇപ്രകാരം സംഭവിച്ചത് എനിക്കൊരു പരാതിയില്ല, ഞാൻ പരാതി പറയുകയല്ല, സന്തോഷമേ ഉള്ളൂ. കാരണം അതെല്ലാം കൂടുതൽ ദൈവത്തെ മുറുകെ പിടിക്കാനും ദൈവസ്നേഹത്തിൽ വളരാനും വലിയ വിശുദ്ധീകരണം പ്രാപിക്കാനൊക്കെ ഇടവന്നു. എതിർപ്പുകൾ എപ്പോഴും നല്ലതാണ് വളർച്ചയ്ക്ക്.